ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങൾ മാമോദിസയൊക്കെ കഴിഞ്ഞ് നേരെ തിരിച്ച് വരാൻ നേരം ഞങ്ങൾ കരുതി എവിടെയെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് കറങ്ങിയിട്ടൊക്കെ വരാം. എന്തായാലും ഇത്രയും ദൂരെയൊക്കെ വന്നതല്ലേ, അപ്പോൾ അവിടെ അടുത്ത് വാട്ടർഫാൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ മാപ്പിൽ സെർച്ച് ചെയ്തിട്ട് അരുവിക്കുഴി വാട്ടർഫാൾസാണ് കണ്ടുപിടിച്ചത്. അപ്പം നമുക്ക് അവിടെ നിന്ന് ഒരു 20 മിനിറ്റോളം ഡ്രൈവ് ചെയ്യാനുണ്ടായിരുന്നു ഈ അരുവിക്കുഴിയിലേക്ക്. അപ്പം നമ്മൾ പോകുന്ന സമയത്ത് മഴയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ അവിടെ എത്തി നമ്മൾ ഇറങ്ങാനായിട്ട് പോയപ്പോഴത്തേക്കും മുടിഞ്ഞ മഴയാണ്. ഇത് ഞാൻ അത് കഴിഞ്ഞിട്ട് മഴ കഴിഞ്ഞിട്ട് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ, നമ്മുടെ ആ അരുവിക്കുഴിയുടെ നേരെ ഓപ്പോസിറ്റ് ഒരു ഭാഗത്ത് വെച്ചിട്ട്. അപ്പോൾ അവിടെ വന്ന് ഇതാണ് അരുവിക്കുഴി വാട്ടർഫാൾസിന്, ഇതിന് താഴെയാണ് അരുവിക്കുഴി വാട്ടർഫാൾസ് കാണുന്നത്. അപ്പം ഈ പാറയുടെ സൈഡിൽ കൂടെ കുറേ കുട്ടികൾ, അതായത് കുറേ ബോയ്സ് ഇറങ്ങിയിട്ട് ആ കുഴിയിൽ കുളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ടോപ്പിലുള്ള അരുവിക്കുഴി വാട്ടർഫാളിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഫാമിലി ആയിട്ട് നമ്മൾ അങ്ങനെ പോയതുകൊണ്ട് നമ്മൾ അവിടെ ഇറങ്ങിയില്ല, അവിടെ ബോയ്സൊക്കെയാണ്. അപ്പോൾ നമ്മൾ നേരെ ഓപ്പോസിറ്റ് അവിടെ ചോദിച്ചപ്പം ഇങ്ങനെ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞു തന്നു ഒരാൾ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ വന്നപ്പോഴത്തേക്കും ഇങ്ങനെ പാറയുടെ പുറത്തുകൂടെയൊക്കെ നമ്മൾ അങ്ങനെ പിടിച്ചിറങ്ങാമെന്ന് വെച്ചാൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള സ്റ്റെപ്പോ വഴികളോ ഒന്നുമില്ല. നമ്മളിങ്ങനെ കല്ലേലൊക്കെ പിടിച്ച് മരത്തിൻ്റെ വേരിലും അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങേണ്ടത്. പക്ഷേ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നല്ല അടിപൊളി സ്ഥലമാണ്, ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ആ കഷ്ടപ്പെട്ട് ഇറങ്ങിയതിന് ഒരു ഇതുണ്ടായിരുന്നു, കാരണം നല്ല ഭംഗിയായിരുന്നു, നല്ല പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. നമ്മൾ ചെന്ന സമയത്ത് കുറച്ച് ബോയ്സ് അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പോവുകയാണ്, തിരിച്ച് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് പിന്നെ അത് കഴിഞ്ഞ് ആരുമില്ല. അപ്പോൾ നമ്മൾ അവിടെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ നിന്ന് നമ്മളങ്ങനെ വെള്ളത്തിൽ കാര്യമായിട്ട് ഇറങ്ങി കുളിക്കാനോ അങ്ങനെയൊന്നും നിന്നില്ല, ജസ്റ്റ് കാലൊന്ന് നനച്ചു എന്നേ ഉള്ളൂ. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം നിന്നിട്ട് നമ്മൾ തിരിച്ചിഞ്ഞ് പോരുന്നു. അടുത്ത മഴ വരാനായിട്ട് ഇങ്ങനെ ചാറ്റമഴ വന്നപ്പോഴത്തേക്കും നമ്മളിങ്ങനെ കയറി. അങ്ങനെ ചറപറ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തപ്പോഴത്തേക്കും നമ്മൾ പ്ലാൻ ചെയ്ത് പോകാത്തതുകൊണ്ട് നമ്മളങ്ങനെ വെള്ളത്തിലിറങ്ങി കുളിക്കുകയോ ഒന്നും ചെയ്യാൻ, കാരണം നമ്മൾ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ഒരാളുടെ അരപ്പൊക്കം അത്രയൊക്കെ വെള്ളത്തിൻ്റെ ഒരു പൊക്കോ അത്രയേ ഉള്ളൂ, അല്ലാതെ വലിയ ഒഴുക്കോ അല്ലെങ്കിൽ ആഴങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ജസ്റ്റ് പിള്ളേരെയും കൊണ്ട് പോയിട്ടാണെങ്കിൽ അവർക്ക് വേണമെങ്കിലും നീന്തി കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അത്രയ്ക്കുള്ള വെള്ളമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ, സേഫാണ്. പക്ഷെ പിന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നൊരു ബോർഡ് എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളത്തിൽ ഇറങ്ങുന്നവർ എലിപ്പനിക്കുള്ള മരുന്ന് കഴിക്കണമെന്ന്. അപ്പോൾ അതെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ടാവും അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം ആരെങ്കിലും പോകാൻ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു.